അസ്സലാമു പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ പലവർക്കും പെട്ടെന്ന് പോകാൻ പറ്റും, ചില ആളുകൾക്കൊന്നും പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഞാൻ ഇന്നിപ്പോൾ ഒരു മരണം ഞങ്ങളെ ഈ ഭാഗത്ത് സംഭവിച്ചു. മിനിഞ്ഞാന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി ഇശാക്ക് ശേഷം അദ്ദേഹം കടയിലേക്ക് വരാതായപ്പോൾ തിരഞ്ഞു പോയി നോക്കിയപ്പോൾ ആൾ അറ്റാക്കായിട്ട് മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ മറവ് ചെയ്തു. നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ പിടിക്കും. ഞാൻ പറയാൻ പോണത്, നമുക്ക് പ്രിയപ്പെട്ട പലവരെയും നമുക്ക് നഷ്ടപ്പെടും. നമ്മളും ഒരു നാൾ ഈ ലോകത്തു നിന്നും ഇല്ലാതാവും. കുറച്ച് ആളുകൾ ഓർക്കും, പിന്നെ അതും മറക്കും. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മണ്ണിന് അവകാശപ്പെട്ടതാണ്. മുസ്ലിം നിയമപ്രകാരം എത്രയും പെട്ടെന്ന് റബ്ബിലേക്ക് ആ മൃതദേഹത്തെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട്, വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എത്തിയിട്ട് മയ്യത്തെടുത്താൽ മതി എന്ന് പറയും. ഒരു 24 മണിക്കൂറോളം ഒരു ബോഡി വെക്കുമ്പോൾ ഈ ആൾ വരാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഫ്രീസറിൽ വെക്കണം. ഇവിടെയൊക്കെ നാട്ടിലേക്ക് വരണം അല്ലെങ്കിൽ നാട്ടിലേക്ക് അങ്ങ് കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ദിവസങ്ങൾ കഴിയും. അപ്പോഴേക്കും ആ മനുഷ്യൻ്റെ കോലം തന്നെ മാറണം ഫ്രീസറിൽ കിടന്നിട്ട്. പിന്നെ നാട്ടിലേക്ക് പോയി എംബാം ചെയ്ത് ഉള്ള മെഡിസിനൊക്കെ കുത്തിവെച്ച് വരുമ്പോഴേക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തായാലും നമ്മുടെ ഓർമ്മയിൽ മാത്രം ശേഷിക്കും, മനസ്സിലുണ്ടായാൽ മതിയല്ലോ സ്നേഹവും കടപ്പാടും ഒക്കെ. അപ്പോൾ പ്രിയപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ മറവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതിനുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ അനുമതി കൊടുക്കുക. അതല്ല, കാണണം എന്നുള്ളൊരു നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾ അത് കൊണ്ടുവരാനും ബാധ്യസ്ഥരാവും. പക്ഷേ അത് നമ്മൾ ആ ഒരു മയ്യത്തിനോട് കാണിക്കുന്ന അനാദരവായിരിക്കും എന്നൊരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മറവ് ചെയ്യാനുള്ള ഒരു അനുമതി കൊടുക്കുക. ബാക്കി നമ്മുടെ മനസ്സിലാണ് അവരുള്ള ദുഃഖവും സന്തോഷം അല്ലെങ്കിൽ അവരെ ഓർക്കലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഒരു കണ്ണാടി കൂടിൽ വെച്ച് കാണുന്നതിനേക്കാളും വേണമെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു സൗകര്യം മാത്രമേ, ആ ഒരു ഉപകാരം മാത്രമേ ഇത്രയും മണിക്കൂറുകൾ ആ ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് അവിടെ എത്തുമ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക.